അടുത്ത വാക്യം. അവിടെ ആ ടെസ്റ്റിമണിയുടെ ഏറ്റവും മനോഹരം, സിംഹത്തെയും കരടിയേയും കൊന്ന ഞാനെന്നാണോ പറഞ്ഞ്? നമ്മളൊക്കെ സിംഹത്തെയും കരടിയേയും കൊണ്ടു കഴിഞ്ഞാൽ കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ ആവും. ഏറെക്കുറെ ഞാൻ ആരാന്നറിയാമോ? ഞാൻ എത്ര കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഇതുപോലുള്ള കേസ് കെട്ടുകളെ എൻ്റെ അടുക്ക വരുവുള്ളൂ. ആ ദൈവം അറിഞ്ഞുകൊണ്ടല്ലേ ഇത് കൊണ്ടുവരുന്നത്. നമ്മളങ്ങ് മേജർ ജനറൽ ആവും, കേണലാവും. ഹല്ലേലൂയ. ദാവീദിന്റെ സാക്ഷ്യത്തിന്റെ മനോഹരത എന്താണ്? സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് വിടുവിച്ച യഹോവ. ദാവീദിനറിയാമൻ ബാലനാണെന്ന്. അവന്റെ വിജയത്തിന്റെ രഹസ്യം യഹോവയാണ്. അതുകൊണ്ടാണ് അവന്റെ സങ്കീർത്തനത്തിൽ അവൻ പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു. ഇടയനാകുന്ന യഹോവയെ രുചിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയെ നീ ഒരിക്കൽ അനുഭവിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ മറക്കുകയില്ല. യഹോവയെ നീ ഒരിക്കൽ കണ്ടാൽ നീ വേറൊന്നിന്റെയും പുറകെ പോവുകയില്ല. Hallelujah. Once you know your God, you will never run away. Once you experienced him, David knew it was not his might nor his power, but the God who saved me. Amen. The God who saved me. Amen. From the lion and the bear. I know it is my Jesus. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. എത്ര പേർക്ക് ഇതിന്ന് പാടുവാൻ സാധിക്കും? ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ദൈവം എന്നെ ഈ വർഷം നടത്തിയെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നടത്തുവാൻ വിശ്വസ്തനാണ്. യഹോവ, the beauty, the sweetness, the greatness of the testimony, he boasted in the Lord, not in his ability. അവന്റെ കഴിവിലല്ല, അവനെ രക്ഷിച്ച ദൈവത്തിൽ അവൻ പുകഴ്ന്നു. അവന്റെ പ്രശംസ ദൈവമായിരുന്നു. നമ്മുടെയും പ്രശംസ ദൈവമാകട്ടെ. Let's our praise be God alone. Not our name, not our merit, not our family, but God alone. ദൈവം മാത്രമായി തീരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവൻ അറിയാം ആ ദൈവം എന്നെ എന്നും രക്ഷിക്കും. ഏത് പ്രശ്നത്തിന്റെ മധ്യേ രക്ഷിക്കും. എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കും, എന്റെ കുടുംബത്തെ രക്ഷിക്കും, എന്റെ ചുറ്റുപാടിനെ രക്ഷിക്കും, എന്റെ മാതാപിതാക്കളെ രക്ഷിക്കും, എന്റെ രോഗികളെ രക്ഷിക്കും, നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും രക്ഷിക്കും. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും അവന്റെ മഹിമാധനത്തിനൊത്തവണ്ണം തീർത്തു തരുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ജീവിതം ദൈവവചനം കേൾക്കുന്നെങ്കിലും എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് അവന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുമാറാകട്ടെ. മൈ ഗോഡ് വിൽ പ്രൊട്ടക്ട്. ഇത്രയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ശൗലിന് ഒരു മാനസാന്തരം ഉണ്ടായി. സൗൽ ഐഡിയ മാറ്റി, പുതിയൊരു ഐഡിയ, ന്യൂ സ്കീം. സോൾ ഹാസ് എ ചേഞ്ച് ഓഫ് മൈൻഡ്. എന്താണ് സ്കീം? 38 വാക്യം വായിച്ചു. Saul took his armor and put it on David. എന്നിട്ട് helmet, brass helmet, his breastplate, and then ഇതുവരെ ഉപയോഗിക്കാത്ത തുരുമ്പ് പിടിച്ചൊരു പഴയ വാളെങ്ങാണ്ടുണ്ട്, അത് എടുത്ത് കെട്ടി നോക്കി. നല്ല വാളായിരിക്കും കേട്ടോ, രാജാവിൻ്റെ വാളല്ലേ, ഉപയോഗിച്ചിട്ടില്ലേ ഷൈനിങ് ആയിരിക്കും. രാവിലെ അത് തൂക്കാൻ കുറെ പേര് വന്ന് കാണും. His sword, his armor. So look at Saul. His concept of battle was different from the concept of David. ദാവീദിന്റെ യുദ്ധത്തിന്റെ ചിന്തയും ശൗലിന്റെ യുദ്ധത്തിന്റെ ചിന്തയും രണ്ടും രണ്ടാണ്. ഒരാത്മീകന്റെയും ഒരു ജഡീകന്റെയും ചിന്ത എപ്പോഴും രണ്ടാണ്. പദ്ധതികൾ രണ്ടാണ്. അറ്റാക്കിന്റെ ഫോർമാറ്റ് രണ്ടാണ്. ജീവിത ശൈലി രണ്ടാണ്. മുമ്പോട്ടുള്ള പോക്ക് രണ്ടാണ്. ഹല്ലേലൂയ. സൂക്ഷിക്കാൻ ശൗലിന് ഏറ്റവും ഇഷ്ടം പടയങ്കിയാണ്, ആർമർ. അറ്റാക്ക് ചെയ്യാൻ ശൗലിന് ഏറ്റവും ഇഷ്ടം വാളാണ്. ഇത് രണ്ടും ദാവീദിന് വലിയ പരിചയമുള്ള സംഭവമല്ല കേട്ടോ. ദാവീദിന് മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. പിന്നെ ഓവർ സൈസ് ആയിരിക്കും. എൻ്റെ ചെരുപ്പും ഷർട്ടും ഹെൽമെറ്റും ഒക്കെ ഇവിടെ ഇരിക്കുന്ന ഒരു പയ്യൻസിൻ്റെ പുറത്തിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും. 11ാം സൈസ് എടുത്തേച്ച് 5ാം സൈസിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും? ബോട്ട് പോലെ കിടക്കും. ദാവീദൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക രാജാവിൻ്റെ മുമ്പിൽ. രാജാവ് ഇങ്ങനെ നോക്കുക, കിടോ ഫിറ്റിംഗ് എ ഹ്യൂജ് ആർമർ ഓഫ് സോൾ ഇൻ ടു എ ബോയ് ലൈക്ക് ഡേവിഡ്.
Let me tell you, the other person's dress is totally unfit for you. Never try to use somebody else's method. It is completely unfit for you. God will have a unique plan, unique method, unique technique. അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിരിച്വൽ ലൈഫിൽ കോപ്പി ചെയ്ത് സ്വർഗരാജ്യത്തിൽ ഒരു സിറോക്സ് മെഷീൻ ഇല്ല. ആരെങ്കിലും ഇങ്ങനെ കൈ പൊക്കുക, നിങ്ങളും ഇങ്ങനെ കൈ പൊക്കുക. ആരെങ്കിലും ഇങ്ങനെ കൈ അടിച്ചാൽ അങ്ങനെ കൈ അടിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. Hallelujah. Don't copycat in the kingdom of God. God has a unique anointing. Don't wear the armor of another man. God has a special protection for you. Hallelujah. അഭിഷേകം ഇല്ലാത്തവനെ കോപ്പി അടിക്കുള്ളൂ. അഭിഷേകം ഉള്ളതിന് ഒറിജിനൽ ഐഡിയ ആണ്. Hallelujah. If you are copying, then you are not the original. You are always the duplicate. ദാവീദ് ഇതിട്ട് പോയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നില്ലേ? എന്ത് പറഞ്ഞു? ദാവീദ് ഒന്ന് നടന്നേച്ച് എന്ത് പറഞ്ഞു? അടുത്ത വാക്യം. ദാവീദ് ശൗലിന്റെ അടുക്ക പറഞ്ഞു വെച്ച് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചു വെച്ച്, രാജാവേ ഇതൊന്നും ഇട്ട് നമുക്ക് പരിചയമില്ല, ഞാനിത് ഊരി വെക്കട്ടെ. Unconventional method is always good for an anointed. Conventional method is always good for human logic. മനുഷ്യന്റെ മനസ്സിന് സാധാരണ നടക്കുന്നതേ ഫിറ്റ് ആവുള്ളൂ. ദൈവത്തിന്റെ ആലോചനയ്ക്ക് അസാധാരണമായ സ്വർഗീയ പദ്ധതികൾ ഫിറ്റ് ആകും. ഇന്ന് രാത്രി അസാധാരണമായ സ്വർഗീയ പദ്ധതി ചിന്തിക്കുന്ന നിനക്ക് മാത്രമേ ദൈവത്തിന്റെ ആലോചന തലയിൽ കയറുകയുള്ളൂ. When you are not used to unconventional things, used to divine things, you will see things happening. Don't get into a stereotype. ചില ആരാധനകളൊക്കെ വെറും സ്റ്റീരിയോടൈപ്പാണ്. ഒരു പാട്ട് പാടും, പിന്നെ സാക്ഷ്യം പറയും, പിന്നെ പ്രാർത്ഥന ഫിനിഷ്. പണ്ടൊരിക്കൽ ദൈവദാസൻ ഒരാളിവിടെ വന്നു. 2-3 ആരാധന കഴിഞ്ഞേച്ച് പറഞ്ഞു, ഇതെന്താ ഒരു അവിയൽ പോലെ ആണല്ലോ, ഒരു പ്രോഗ്രാമൊക്കെ എഴുതി ആദ്യം ഞങ്ങൾക്ക് തന്ന അടുത്ത നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, സഹോദരൻ എനിക്ക് തന്നെ അറിയില്ല അടുത്ത നടക്കാൻ പോകുന്നത് എന്താണ്. ഞാനെങ്ങനെ പ്രോഗ്രാം എഴുതിക്കൊണ്ട് വരുന്നു? ഇവിടെ വരുമ്പോഴല്ലേ സംഭവം നടക്കാൻ പോണേ. ദൈവത്തിന്റെ സംഭവത്തിന് പ്രോഗ്രാം ഉണ്ടാക്കാതിരിക്കുകയാണ് എപ്പോഴും ഭംഗി. ഒരു ഐഡിയ നിന്റെ മനസ്സിൽ ഇരുന്നോട്ടെ, പക്ഷെ ആ ഐഡിയ ദൈവത്തിനും വിട്ടുകൊടുക്കുക. Hallelujah. Give your idea into God's hand and make it God's program, God's plan and God's design in your life. Hallelujah. സമയമില്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോട്ടെ. അടുത്ത വാക്യം. അവിടെ നിന്ന് ആൾക്കാരൊക്കെ നോക്കിക്കാണും, ഇവന് വല്ല വട്ടാണോ, ഗോലിയാത്തിന്റെ അടുക്ക പോകാൻ 5 കല്ലും ഒരു വെടിയും. ചിലപ്പോൾ നിന്റെ പോക്ക് കണ്ട പലരും അങ്ങനെ പറയും, ഇവൻ എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന്. ഇങ്കിയൊന്നും ഇല്ല, ബാളും കോപ്പൊന്നും ഇല്ല, തോക്കും വടിയൊന്നും ഇല്ല, എല്ലാം ഇട്ടേച്ച് ഒരു ചെറിയ വടിയും. ഹല്ലേലൂയ. 5 കല്ലും. പ്രൈസ് ദി ലോർഡ്. ഈ 5 കല്ലിനെ കുറിച്ചും കിടന്ന തോടിനെക്കുറിച്ചും അതിന്റെ മിനുസത്തെക്കുറിച്ചും ഒക്കെ ഞാൻ ഒത്തിരി പ്രസംഗം കേട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നാൽ ദാവീദിനും അറിയാം, എനിക്കും അറിയാം, ആ കല്ലിന്റെ മിനുസം കൊണ്ടോ കിടന്ന തോട്ടിന്റെ ഗുണം കൊണ്ടോ ഒന്നും അല്ല ഗുണമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ വിഷയം വിട്ടേച്ച് ആ വാക്യത്തിൽ അധികം നിൽക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാം. വായിച്ചോ. വേഗം അവൻ ഫെലിസ്ത്യനോട് അടുത്തു. അടുത്ത വാക്യം. അടുത്തു. ഫെലിസ്ത്യൻ ദാവീദിനോട് അടുത്തു. ഫെലിസ്ത്യന് പരിചയ പിടിക്കാൻ വേറൊരുത്തൻ കൂടെ ഉണ്ട്, അവന് മുമ്പേ നടന്നു. ദാവീദിനെ കളിയാക്കി. ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധം കളിയാക്കലാണ്. പല വിശ്വാസികളും തട്ടിപ്പോകുന്ന ഫസ്റ്റ് ആയുധം അതാണ്. 2 കളിയാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്കൊന്നും വേണ്ട, നമ്മൾ സ്നാനപ്പെട്ടൊന്നും എന്തിനാ 10 പേര് അറിയുന്നത്, സീക്രട്ടായിട്ട് വെച്ചാൽ മതില്ലോ. സീക്രട്ടായിട്ട് സ്വർഗത്തിൽ പോയിരിക്കുക. കർത്താവ് വരുമ്പോൾ നിന്നെ ഒളിപ്പിച്ച് വേറെ പാക്കറ്റിൽ കൊണ്ടുപോകാനാണ്. എല്ലാവരുടെയും മുമ്പിൽ കാകള് ധനിപ്പിച്ച് പൊക്കാനായിരിക്കുന്നത്. 10 പേരോട് ഉറക്കപ്പറ, രക്ഷിക്കപ്പെട്ടതാണ്, സ്വർഗത്തിൽ പോവാന്ന്. ഹല്ലേലൂയ. ഒരിക്കലും ഒരു സീക്രട്ട് ബിസിനസ്സിൽ അല്ല നമ്മൾ നിൽക്കുന്നത്. സുവിശേഷം തുറന്നൊരു സംഗതിയാണ്. ഹല്ലേലൂയ. ഇവൻ കളിയാക്കിയ നമ്മൾ ആരും പോകല്ലേ. സാധാരണ കളിയാക്കലാണ്. എന്താ കളിയാക്കിയ? നിന്ദിച്ചു. ദാവീദിനോട് കളിയാക്കിയ ശേഷം കളി ആക്കിയത് തിരിച്ച് ഫിറ്റ് ചെയ്താ കളിയാക്കിയ. നമ്മളാരെങ്കിലും കളിയാക്കുന്ന പട്ടിന്ന് ദാവീദ് വിളിച്ചില്ല, അവൻ തന്നെ അവനെ പട്ടിന്ന് വിളിച്ചു. ഓർത്ത് നോക്കി ആ കളിയാക്കിന്റെ ഒരു രസം കണ്ടോ. ദാവീദ് അത് കേട്ടപ്പോൾ ഉള്ളിൽ ചിരിച്ചു കാണും. ഞാൻ നീ പട്ടിയാന്നൊന്നും പറഞ്ഞില്ല, നീ തന്നെയല്ലേ പറയണേ. പലപ്പോഴും അബദ്ധത്തിൽ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ പറഞ്ഞേച്ചു പോകും. നമ്മളങ്ങ് സ്വോത്രം പറഞ്ഞാൽ മതി, അവരുടെ പറച്ചിൽ കേട്ടാലേ അറിയാം അവർ പട്ടിയാണ്. ഗോലിയാത്ത് പറയുകയാണ്, ഒരു വടിയും
ഈ സാധനമായിട്ട് വരാൻ ഞാൻ എന്നാ പട്ടിയാണോ? ദാവീദ് പറഞ്ഞില്ല. Praise the Lord. David did not say that Goliath was a dog, but he himself thought. അപ്പൊ തന്നെ അവൻ പൊട്ടിയടാ, നിന്റെ ശത്രു തോറ്റ ശത്രുവാണ്, അവൻ അറിയാം അവൻ വെറും ഒരു പട്ടിയാണ്, നിന്റെ മുമ്പിൽ പരിപാടി നടക്കുകയില്ല എന്ന്. അവന്റെ വാലാട്ട് കണ്ട് നീ അനങ്ങണ്ട ആവശ്യമില്ല. ഡേവിഡ് ഡിഡ് നോട്ട്. നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം വിളിച്ചേനെ. ഡേവിഡ് ഡിഡ് നോട്ട് സേ. അടുത്ത വാക്യം വേഗം വായിച്ചോ. ശപിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ, ഞാൻ നിന്റെ മാംസം. മൂന്നാമത്തെ മേജർ ഒപ്പോസിഷൻ ഇപ്പോഴാണ് വന്നത്. നിന്റെ ബോഡി ഐ വിൽ മേക്ക് എ ഡെഡ് ബോഡി ആൻഡ് ഗിവ് ഇറ്റ് ടു ദ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഓഫ് ദ ഫോറസ്റ്റ്. ഈ WWWനകത്ത് വെടിവെക്കുന്ന അടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ബോക്സിംഗ്. എത്ര പേര് WW കണ്ടിട്ടുണ്ട്? പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള. ഇത് തുടങ്ങുന്നതിന് മുമ്പേ കുറെ അണ്ണന്മാർ വന്ന് തടി വെച്ചേച്ച് ഐ വിൽ ഫിനിഷ് യു, മീറ്റ് യു, ഫിനിഷ് യു. ഇത്രയും പറയാതെ പരിപാടി നോക്കിയാൽ പോരെ? ഒരു 3/4 മണിക്കൂറോളം ഇത് പറഞ്ഞുകൊണ്ട് നടക്കുക. ആ പരിപാടി തന്നെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എൻ്റെ ചിന്ത. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ആരെങ്കിലും അടിക്കാൻ വന്ന നീ എന്നെ ഒന്ന് പിടിക്കണം, ഞാൻ 2 കൊടുക്കട്ടെ എന്ന്. പിടിച്ചിട്ടില്ല. ഇപ്പം കൊടുക്കാനും പോകുന്നില്ല, ആരും പിടിക്കാനും പോകുന്നില്ല. പല പരിപാടികളുണ്ട്. ഈ WWന്റെ പരിപാടിയാണ് റിയൽ അല്ല, ഒറിജിനൽ അല്ല, തട്ടിപ്പാ കേസ്. അതുകൊണ്ടാണ് ഈ ബക് 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 എന്ന് പറയുന്നത്. ഈ പറയുന്ന കേൾക്കുമ്പോൾ വിശ്വാസി ഞെട്ടാതിരുന്നാ മതി. Praise the Lord. ശത്രു നിനക്ക് എതിരായി നിന്നെ തട്ടുമെന്നും നിന്നെ പീസാക്കുമെന്നും നിന്നെ മിൻസ്പീറ്റ് ആക്കുമെന്നും അവിടെ ഇവിടെയും കൊണ്ട് ഇടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് നിന്റെ വിഷയമല്ല, അത് സ്വർഗത്തിന്റെ വിഷയമാണ്. നിനക്കെതിരായിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അപ്പ സ്വർഗം ഉണരും. ശൗലേ ശൗലേ, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. If somebody opposes a child of God, heaven will react. You don't have to react. നിനക്കതിനെ തിരിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. സ്വർഗം അതിനെ പ്രതികരിക്കും. Hallelujah. Hallelujah. അഭിഷക്തനായ ദാവീദ് എന്ത് ചെയ്തു? ഇത് കേട്ടപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ചാൻസ് കിട്ടിയതല്ലേ, ഇവിടം വരെ എത്തി, ഇത്രയൊക്കെ മതി, 10 പേരൊക്കെ കണ്ട് ഞാൻ അടുത്ത് വന്നു, വർത്താനമൊക്കെ ഞാൻ ഗോലിയാത്തിനോട് പറഞ്ഞല്ലേ, ഇനിയും വീട്ടിൽ പോകാമെന്ന് വിചാരിക്കും. നിന്നെ മീൻസ് ആക്കുമെന്നൊക്കെ ഒരു ഗോലിയാത്ത് ഒരു മല്ലൻ നിന്ന് മുഖത്തോട്ട് നോക്കി പറഞ്ഞ ഏറെക്കുറെ ഫ്യൂസ് തീർക്കും അല്ലേ. അടുത്ത വാക്യം, ദാവീദ് ഉത്തരം കൊടുത്തത് ഏറ്റവും ഡീസന്റാണ്. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള, നീ കളിയാക്കിയ, നീ ഉപദ്രവിക്കുന്ന, ഇന്ന് ലോകം കേട്ടുകൊള്ളുക, ഭാരതം കേട്ടുകൊള്ളുക, നിങ്ങൾ ഉപദ്രവിക്കുന്ന, പണ്ട് ഉപദ്രവിച്ച, പണ്ട് ഈ ലോകം ക്രൂശിച്ച, വെടക്കേന്നെണ്ണിയ, ആർക്കും വേണ്ടാതെ മരത്തെ കയറ്റിയ എന്റെ യേശുവിന്റെ പുറകെയാണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിരീടത്തിന് വേണ്ടിയല്ല, കുരിശാണേലും അത് റെഡിയാണെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രതികൂലത്തിനും തകർക്കാൻ സാധിക്കുകയില്ല. പൗലോസ് പറഞ്ഞു, മരണത്തിനോ രോഗത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും, ഉയരത്തിനോ താഴത്തിനോ ഒന്നിനും എന്നെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ സാധിക്കുകയില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ സാധിക്കും? ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ സാധിക്കുകയില്ല. Nothing can separate me from the love of Jesus. നീ നിന്ദിച്ച ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, കോവിലെ നീ പേടിക്കണ്ട, ഒറ്റയ്ക്കൊക്കെ ആയിരിക്കും പോകുന്നത്, പക്ഷെ നിന്റെ കൂടെ വരുന്നത് സൈന്യങ്ങളുടെ യഹോവയാണ്. അപ്പൊ സൈന്യങ്ങളുടെ യഹോവ വന്നാൽ മിനിമം ഒരു സൈന്യം കൂടുണ്ട്, ഗ്യാരണ്ടിയാണ്. അതുകൊണ്ടാണ് നീതിമാന്മാരുടെ കൂടാരത്തിന് ചുറ്റും 1ഉം 2ഉം ദൂതന്മാർ നിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഹലോ, ദൂതന്മാർ പാളയം ഇറങ്ങിയിരിക്കുന്നു, റെജിമെന്റ് ആണ്. നീതിമാന്മാരുടെ കൂടാരത്തിന് ചുറ്റും 1ഉം 2ഉം ദൂതന്മാരല്ല, പാളയം ഇറങ്ങിയിരിക്കുകയാണ്. എന്റെയും നിന്റെയും വീടിന്റെ ചുറ്റും ഒരു പാളയമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാത്രി സ്തുതിക്കാത്തവൻ ഓട്ടോമാറ്റിക് ആയിട്ട് സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും വന്ന് നിന്റെ വണ്ടിയുടെ ടയർ ഊരിക്കളയെന്ന് പറഞ്ഞാൽ നീ പേടിക്കേണ്ട കാര്യമില്ല, ഒരാൾക്ക് നിന്റെ വണ്ടി തൊടാൻ പറ്റുകയില്ല.
നിന്റെ തട്ടിക്കളയും വെട്ടിക്കളയടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ പേടിക്കേണ്ട കാര്യമില്ല. ദൂതന്മാർ പാളയം ഇറങ്ങിയിരിക്കുകയാണ്. ദൂതന്മാർ പാളയം ഇറങ്ങിയിരിക്കുകയാണ്. നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ. ഞാൻ എൻ്റെ കഴിവിലല്ല വരുന്നത്, നീ നിന്റെ ശക്തിയിലാണ് വരുന്നത്. നീ കുന്തവും പരിചയമായിട്ടാണ് വരുന്നത്, ഞാൻ ഒന്നുമില്ലാതെ വെറും കൈയായിട്ടാണ് വരുന്നത്. ഞാൻ വരുന്ന ഒറ്റ സംഗതിയേ ഉള്ളൂ, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം, യഹോവയുടെ നാമം. I come in the name of the God Almighty. നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും എങ്ങനെ ചെയ്യുന്നത്? യേശുവിൻ്റെ നാമത്തിൽ. എപ്പോഴെങ്കിലും ഒരു ഭൂതത്തെ ഇറക്കിയ ഭൂതം തിരിച്ചു ചോദിക്കുമോ? ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചതെന്ന്? ഏതെങ്കിലും ക്യാൻസർ തിരിച്ചു ചോദിക്കുമോ നിനക്ക് ആരാ കൈവെപ്പ് വന്നതെന്ന്? യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ എല്ലാം ഇറങ്ങിപ്പോ. ഹല്ലേലൂയ. I come in the name of Jesus. വേഗം നമുക്ക് മുമ്പോട്ട് വായിക്കാം. രണ്ട് കാര്യം കൂടെ ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല. There was already a vision of his destruction in the mind of David. അവനെ നശിപ്പിക്കുന്ന ദർശനം ദൈവം ഓൾറെഡി കൊടുത്താണ് അവിടെ നിർത്തിയത്. Praise the Lord. അവന്റെ തല മുറിക്കാനുള്ള വാള് കൊടുത്താണ് നിർത്തിയത്? അല്ല, ദർശനം കൊടുത്താണ് നിർത്തിയത്. വാള് കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ദർശനം ഇല്ലാത്തതിന്റെ കൈ വാള് കിട്ടിയ എന്താ കാര്യമായിരിക്കും? അവന്റെ കൈ വാളില്ല, പക്ഷെ അവൻ പറഞ്ഞു നിന്റെ തല ഞാൻ മുറിക്കുമെന്ന്. Praise the Lord. അടുത്ത വാക്യം വായിച്ചോ. അത്രയുമല്ല, Praise the Lord. Don't be afraid of challenges from the wrong quarters. Don't be afraid of the oversized challenges. You may be very small. ചെറിയ ആട്ടിൻകൂട്ടമേ, നീ വിഷമിക്കണ്ട. നിന്റെ ബലഹീനതയോ നിന്റെ പോരായ്മയോ കണ്ട് ദുഃഖിക്കണ്ട. ഇസ്രായേലിന്റെ ദൈവം, സൈന്യങ്ങളുടെ യഹോവ, നിന്റെ സൃഷ്ടിതാവ്, നിനക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്നവൻ ഇന്ന് നിന്റെ കൂടെ ഉണ്ട്. നിന്നെ വിടുവിപ്പാൻ, സഹായിക്കുവാൻ, രക്ഷിക്കുവാൻ അവൻ സകലത്തിനും മതിയായവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ എല്ലാം സാധ്യം. എല്ലാം സാധ്യം. അസാധ്യമായിട്ടൊന്നുമില്ല. അത് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും എന്റെ കൂടെ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞ ശേഷം എന്ത് ചെയ്തു? ഇവൻ വാളും കുന്തവും കൊണ്ട് പോയിരുന്നെങ്കിൽ എല്ലാവരും വിചാരിച്ചേനെ വാളും കുന്തവും കൊണ്ടാണ് ജയിച്ചത്. ദൈവത്തിന്റെ നാമം കൊണ്ടാണ് ജയിച്ചതെന്ന് അറിയാൻ നിന്റെ കൈ ദൈവം ഒന്നും തന്നിട്ടില്ല. ഒരു മന്ദബുദ്ധിയായ ഹൈഡ്രോക്കോഫാലിക്കായ ജോർജ് ഗോവിനെ ഇറക്കി വിട്ടെന്നറിയാമോ? അവന്റെ ഗുണം കൊണ്ടൊന്നും അല്ല, തമ്പുരാന്റെ ഗുണം കൊണ്ടാണെന്നറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വാളും കുന്തം കൊണ്ടല്ല ജയിക്കുന്നത്, അവന്റെ നാമത്തിന്റെ ശക്തി കൊണ്ടാണ്. ഞാൻ വേഗം നിർത്താൻ പോവുകയാണ്. ഒന്നോ രണ്ടോ കാര്യം പറയട്ടെ. 48. ദാവീദ് ഓടിയൻ. നമ്മളൊക്കെയാണ് മെല്ലെ മെല്ലെ നടന്ന് ഇടയ്ക്ക് ബാക്കിലോട്ടൊക്കെ നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ, കൂട്ടായ്മയ്ക്ക് കൂടെ ആരെങ്കിലും ഉണ്ടോ, ഒന്ന് കൈകൊട്ടിപ്പാടാൻ. ഫെലിസ്തീൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോ അഭിഷക്തൻ എന്ത് ചെയ്തു? ചെയ്യേണ്ട പരിപാടി ചെയ്യാൻ സമയമായി, ഞാൻ എത്തിക്കഴിഞ്ഞു സഹോദര എന്ന് പറഞ്ഞു ഗോലിയാത്തിന്റെ അടുക്കലേക്ക് ഓടി. ഇന്ന് രാത്രി നിന്റെ ശത്രുവിനെതിരായിട്ട് ചാർജ് ചെയ്യുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഞാനൊരു പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. ഞാൻ എന്റെ ദൈവത്താൽ മതിൽ ചാടി. ഒരു പായുന്ന ദൈവശക്തി, ഒരു ചാടുന്ന ദൈവശക്തി, ഒരു ഒഴുകുന്ന ദൈവശക്തി, ഒരു അധികാരത്തിന്റെ ദൈവശക്തി ഇന്ന് രാത്രി ദൈവം എന്നുകളുടെ നേരം പകരുമാറാകട്ടെ. ശത്രുവിനെ കാണുമ്പോൾ മുട്ടടിക്കുന്നവനല്ല, പുറകോട്ട് നോക്കുന്നവനല്ല, സംശയിക്കുന്നവനല്ല, തീരുമാനമെടുത്ത് വിശ്വാസത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ശത്രുവിന്റെ അടുക്കിലേക്ക് പായുന്നവൻ. He ran towards Goliath very clearly in 48. He hastened and ran towards him. നിനക്ക് ഇന്ന് ഓടേണ്ട സമയമാണ്. യേശു വേഗം വരികയാണ്. ശത്രുവിനെതിരായി ഓടുവാൻ, ശക്തിയോട് ഓടുവാൻ, ഉണർവോട് ഓടുവാൻ, വീര്യത്തോട് ഓടുവാൻ, ആത്മധൈര്യത്തോട് ഓടുവാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുമാറാകട്ടെ. He ran towards the enemy. എന്നിട്ട് എന്ത് ചെയ്തു? ഓടുന്നതിനിടയ്ക്ക് ഒരു ചെറിയ കല്ലെടുത്തു. ഇതെല്ലാവരും കാണുന്നു. കവണയെ വെച്ചേച്ച് വീശി എറിഞ്ഞു. എന്റെ വിചാരം അവന്റെ വീശു ഏറുമൊന്നുമല്ല,
അവനിലുള്ള അഭിഷേകമാ ബുള്ളറ്റ് പോലെ സാധനത്തെ കൊണ്ടുപോയി. ഒരു കല്ല് ബുള്ളറ്റായിട്ട് മാറുന്ന അനുഭവം എങ്ങനെയാണെന്നറിയാമോ? ഒരു അഭിഷക്തൻ എറിയുമ്പോഴാണ്. നീ എറിയുന്ന കല്ലുകൾ ബുള്ളറ്റായിട്ട് മാറ്റുവാൻ കഴിയുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. A small stone thrown by an anointed man will turn into a bullet and will go directly to the right place by the grace and power of the Holy Spirit. അവൻ്റെ ഉന്നം കൊണ്ടല്ല, സൺഡേ സ്കൂളിൽ ഞാൻ പഠിച്ച അവൻ്റെ ഉന്നം കൊണ്ടാണ്. അവൻ എറിഞ്ഞ് കറക്കി 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 എറിഞ്ഞു. ഞാൻ ഡാൻസ് വരെ കളിച്ചിട്ടുണ്ട്. കറക്കി 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 എറിഞ്ഞല്ലോ എന്ന്. അവൻ്റെ കറക്കു ഏറുമൊന്നുമല്ല, ദൈവത്തിന്റെ അഭിഷേകമാണ് അത് അവിടെ എത്തിച്ചത്. ഹല്ലേലൂയ! എന്ത് സംഭവിച്ചു? ഒരു ചെറിയ കല്ല് വന്ന് ഫ്രോണ്ടൽ ബോണിനെ അടിച്ചു. ഇവിടെ സജൈറ്റൽ സൈനസ് അതിന്റെ പുറകിലുണ്ട്. ഞാൻ കുറച്ച് അനാറ്റമി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അനാറ്റമി ഒന്നുമല്ല സംഭവം. വേഗം വായിച്ച്. നെറ്റിൽ കൊണ്ട് പതിഞ്ഞു, കവണ് വീണു. സാധാരണ കല്ലെറിഞ്ഞ ശക്തി കൊണ്ടാണ് മലന്നല്ലേ വീഴേണ്ടി. If the stone is so strong and hits like this, you ball forward or backwards? Backwards. പക്ഷെ ഇവൻ വീണത് എങ്ങനെ? ഫ്രണ്ടിലോട്ട് വീഴുന്നത് സാധാരണ എവിടെ നോക്കിയാലും അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ്. പെട്ടകത്തിന്റെ മുമ്പിൽ ദാഗോൻ ഫ്രണ്ടിലോട്ട് വീണ് കിടന്നു. ഫ്രണ്ടിലോട്ട് വീഴണമെങ്കിൽ പുറകിൽ നിന്ന് ആരെങ്കിലും തള്ളണം. ദാവീദ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ മല്ലനെ തള്ളിയിട്ട ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയുടെ പ്രവർത്തനം കാണാൻ ചില കണ്ണുകൾക്കേ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മനുഷ്യൻ കാണുന്ന പോലെ കാണുന്നത്. He fell forwards. മുമ്പിലോട്ട് വീണു, കമന്ന് വീണു. അത് എന്താണ്? മലന്നല്ല വീണേ, കമന്ന് വീണു. വേഗം വിടും, വേഗം വായിച്ചു, വേഗം. ദാവീദ് ജയിച്ചു. അവിടെ കൊണ്ട് കഥ അവസാനിക്കുന്നില്ല. വേഗം വായിച്ചോ. 50-ാം വാക്യം. ആ, ജയിച്ചു, കൊന്നു മുടിച്ചു. ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. He kept an empty hand to show the world that he did not his hand but by the power of God. I have nothing in my hand. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എന്റെ കയ്യിലില്ല, എന്റെ കയ്യിൽ ഒന്നുണ്ട്, അത് യേശുവിന്റെ നാമമാണ്. ഇന്ന് രാത്രി വാളും കുന്തവും എന്റെ കയ്യിലില്ല, എന്റെ കയ്യിൽ ഒന്നുണ്ട്, അത് യേശുവിന്റെ നാമമാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. രോഗികളായി ആരെങ്കിലും കേട്ടാൽ സൗഖ്യം ഇന്നൊഴുകട്ടെ. ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അനുഗ്രഹം ഒഴുകട്ടെ. പിശാചിന്റെ തല തകരുന്ന രാത്രിയാണ്, ബന്ധനം അഴിയുന്ന രാത്രിയാണ്, വിടുതലിന്റെ രാത്രിയാണ്. ഈ നിമിഷം തന്നെ അനുഗ്രഹം ഒഴുകട്ടെ. വെറും കാലി കൈകൊണ്ടാണ് താത്തത്. അവന്റെ കയ്യിൽ വാളില്ലായിരുന്നു. അണ്ടർലൈൻ, അവന്റെ കയ്യിൽ വാളില്ലായിരുന്നു. എന്ത് സംഭവിച്ചു? ഓടിച്ചെന്ന് നേരത്തെ വെട്ടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവം അവന് ഐഡിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. വാളൊന്നും നിനക്ക് ആവശ്യമില്ല, ശത്രുവിന്റെ പോക്കറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് അവനെ വെട്ടാനുള്ള സാധനം. പ്രൈസ് ദി ലോർഡ്. വാളെടുക്കുന്നവൻ വാളാൽ കൊല്ലപ്പെടുമെന്ന് യേശു പറഞ്ഞെങ്കിൽ the needed thing, weapon, armor for the destruction of the enemy is in enemy's hand itself. നിന്നെ വെട്ടാൻ ഉപയോഗിക്കുന്ന ഏത് സാധനമുണ്ടോ അതുകൊണ്ട് നിന്റെ ശത്രുവിനെ നശിപ്പിക്കാൻ സ്വർഗത്തിനറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു തൂക്കുമരം ഒരുത്തൻ ഒരിക്കൽ ഉണ്ടാക്കി എസ്തേറിന്റെ പുസ്തകത്തിൽ. അറിയാം ആരാന്ന്? ഹാമാൻ. ആരെ കേറ്റാൻ ഒരിക്കൽ? മൊർദെഖായിയെ കേറ്റാൻ. കേറിയതാരാ? പ്രൈസ് ദി ലോർഡ്. നീ ഉണ്ടാക്കിയ തൂക്കുമരത്തിൽ കേറ്റാനിരിക്കുന്നത് നിന്റെ ശത്രുവിനെയാണ്. നീ ഉണ്ടാക്കിയ വാളുകൊണ്ട് തന്നെ മരിക്കാൻ പോകുന്നത്. അവൻ ഉണ്ടാക്കിയവന്റെ വാളുകൊണ്ട്, ഹാമാന്റെ തൂക്കുമരം കൊണ്ട് ഹാമാനെ കൊന്നു. ഗോലിയാത്തിന്റെ വാള് കൊണ്ട് ദൈവം ഗോലിയാത്തിനെ കൊന്നു. നിന്റെ ശത്രുവിനെതിരായിട്ട് നീ വാള് പണിയരുതേ, അത് ദൈവം തന്നെ പണിതവന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ബൈബിളിൽ ഒരിക്കലും എഴുതിയിട്ടില്ല നീ ശത്രുവിനെതിരായിട്ട് വാള് പണിയാൻ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എനക്കെതിരായിട്ടുള്ള വാളിനെ ഞാൻ നശിപ്പിക്കുമെന്നാണ്. ചില വാള് പണിയുന്ന വിശുദ്ധന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ശത്രുവിനെതിരിട്ട് വാള് പണിയാതെ ശത്രുവിനെ സ്നേഹിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. നിനക്കെതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരായി സംസാരിക്കാനല്ല, അവരെ സ്നേഹിക്കുവാൻ. ഇന്ന് രാത്രി വലിയൊരു അഭിഷേകം ഇവിടെയുണ്ട്. ഇന്ന് രാത്രി വലിയൊരു വിടുതലുണ്ട്. ഇന്ന് രാത്രി ആ ദാവീദിന്റെ ദൈവം, ദാവീദിനെ വിടുവിച്ച ദൈവം, ഗോലിയാത്തിൽ നിന്ന് വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവശക്തി അനുഭവിപ്പാനും അത് പകർന്നു കൊടുക്കുവാനും
അതിൽ മുമ്പോട്ട് നിൽക്കുവാനും ദൈവം എല്ലാവർക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് രാത്രി കേൾപ്പിച്ച ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ടിഫിൻ ബോയിയായി, ഒരു സാധാരണ പയ്യനായി, ചോറ്റുപാത്രവുമായി യുദ്ധക്കളത്തിലേക്ക് പോയ ദാവീദിനെ ഗോലിയാത്തിനെ കൊന്നു മടക്കിക്കൊണ്ടുവരുവാൻ, ഒരു രാജാവായി അഭിഷേകം ചെയ്തവൻ രാജാവായി തീരുന്ന പദ്ധതിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. A small beginning ending in a great victory. ഒരു ചെറിയ തുടക്കം ഒരു വലിയ വിജയത്തിൽ എത്തിച്ച ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. നിങ്ങളുടെ ചെറിയ തുടക്കങ്ങളെ, your small things, God will make it into a big victory. It may take some time. You may be waiting for a long time for the promise to happen. Your anointing and becoming a king, enthroning, will take a long time. But my God is great. Shall we pray ourselves and grant ourselves into God's hand and say, Lord, bless me. Deliver me, Jesus. The same Jesus, the same God Almighty who was with David is with you. ദാവീദിന്റെ കൂടെ ഇരുന്ന അതേ ദൈവശക്തി ഇന്ന് രാത്രി നിന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവം, അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം, ദാവീദിനോട് കൂടിയിരുന്ന ദൈവം, സിംഹത്തിന്റെയും കരടിയുടെയും വായിൽ നിന്ന് രക്ഷിച്ച ദൈവം, ഗോലിയാത്തിനെ നശിപ്പിച്ച് ഇസ്രായേൽ ജനത്തെ വിജയത്തിലേക്ക് നടത്തിയ ദൈവം ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിജയം കൽപ്പിക്കുകയാണ്. ചില രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ, യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സൗഖ്യമാകാം യേശുവിന്റെ നാമത്തിൽ. എല്ലാ വേദനകളും നീങ്ങിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. വളരാത്ത കാലുകൾ വളരട്ടെ, വളരാത്ത തലച്ചോറുകൾ വളരട്ടെ, തളർന്നിരിക്കുന്ന മുടന്തുകൾ നീങ്ങിപ്പോകട്ടെ, ഡയബറ്റീസ് നീങ്ങിപ്പോകട്ടെ. ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന എല്ലാ മാറാവ്യാധികളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ, ചില മദ്യപാനികൾ പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ, ചില വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ, ചില നിരാശകൾ നീങ്ങിപ്പോകട്ടെ. ഡിപ്രഷൻ ലീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉറക്കമില്ലായ്മ നീങ്ങിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സമാധാനമില്ലായ്മ നീങ്ങിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. വിജയം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിജയം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. വിജയം നടക്കട്ടെ. പൊന്നും വെള്ളിയും എന്റെ കയ്യിലില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് ഓടി വിജയം പ്രാപിപ്പാൻ, നിത്യതയിൽ എത്തുന്നതുവരെയും ഓടിക്കൊണ്ടിരിക്കുവാൻ, ശത്രുവിനെ എതിരേൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ, അഭിഷേകം തരട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥന കേട്ട് ദൈവം വിടുതൽ തന്നിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. സകലമാനവും മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ.